ഗൈസ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഹൃദയപൂർവ്വം മൂവി കണ്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് 12:30 ഒക്കെ ആയി. ഇന്നാണ് മൂവിയുടെ റിലീസ്. ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണ്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ മൂവി കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മൂവി ഒരു നല്ല ഫ്രണ്ട്ലി ഫാമിലി റിലേറ്റഡ് മൂവിയാണ്. എല്ലാ വാല്യൂസും ഉള്ള ഒരു അടിപൊളി ഫാമിലി എന്റർടൈൻമെന്റ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ മുന്നിൽ ഒരുപാട് കോമഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള ഐറ്റംസ് ഒക്കെ അതിലുണ്ട്. ഇപ്പം സെക്കൻഡ് ഹാഫ് ആയപ്പോൾ തന്നെ ഒരു ഫാമിലി, അതുപോലെ തന്നെ ലവ്, ഒരു ടുഗെദർനെസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സീനിൽ വരുന്നത്. ആൻഡ് മൂവിയുടെ മെയിൻ പോലെ തന്നെ ഇതൊരു ചെറിയ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട മൂവിയാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും മൂവി കാണാൻ വെയിറ്റിംഗ് ആയിരിക്കും എന്നറിയാം. പിന്നെ സത്യനന്ദിക്കാടിന്റെ എല്ലാ ഫാമിലി മൂവീസ് പോലെ തന്നെയാണ് ഈ ഒരു മൂവിയും. നല്ല ക്ലാസിക് മൂവിയാണ്. പിന്നെ എനിക്ക് മൂവിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മോഹൻലാലിന്റെയും നമ്മുടെ അമൽ ദേവ്സിന്റെയും കോംബോ ആണ് കേട്ടോ. ആ ഒരു ജനറേഷൻ ഗ്യാപ്പില്ലാതെ രണ്ടാളും നല്ല അടിപൊളിയായിട്ട് സിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇനിയും ഇവരുടെ ആ ഒരു കോംബോയിൽ മൂവീസ് ഇറങ്ങിയാൽ നല്ല അടിപൊളിയായിരിക്കും തോന്നി. പിന്നെ ഇപ്പോഴത്തെ ഓവർ വൈലേഷൻസോ ടെററായിട്ടുള്ള ഒന്നും ഈ മൂവിയിലില്ല. പക്ഷെ എല്ലാത്തരം ഫൈറ്റ് സീൻ ആണെങ്കിലും കോമഡി സീൻ ആണെങ്കിലും സാഡ് സീൻ ആണെങ്കിലും ഒക്കെ അവര് മൂവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവിയാണ്. പറഞ്ഞുണ്ട് നല്ല അടിപൊളി പടമാണ്, ഒന്നും പറയാനില്ല. പക്ഷെ മോഹൻലാലിന്റെ ഒരു ഫാമിലി സ്നേഹികളിൽ ആ ഒരു റേഞ്ച്, അല്ലാണ്ട് ഫൈറ്റ് വേർസിംഗ് അങ്ങനത്തെ ഒരു പടമല്ല. പക്ഷെ പടം കണ്ടിരിക്കാം, ടൈം പോവില്ല, ഉറങ്ങിപ്പോവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അപ്പൊ മൂവി അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. ധൈര്യമായിട്ട് എന്തായാലും പൈസ വേസ്റ്റ് ആകാൻ പോകുന്നില്ല. എന്തായാലും ഒരു തവണ കാണാൻ